ഹായ് ഫ്രണ്ട്സ്, ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. കാരണം എനിക്കൊന്ന് നാട്ടിലേക്ക് പൈസ അയക്കണം. പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് ചില്ലറ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിന്ന് എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ബസ്സിൽ കയറണം. പിന്നെ അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ നിന്ന് കയറിയിട്ട് വീണ്ടും ബസ്സിൽ കയറിയാലാണ് പൈസ അയക്കാവുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. നമ്മുടെ ബസ് വന്നു. ഈ ബസ്സിൽ കയറിയിട്ട് 2 മണിക്കൂർ യാത്രയുണ്ട്. ഈ ബസ്സിൽ കാപ്പത്തളാന്തോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. വലിയ ഒരു മലയുടെ മുകളിലാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് പോകാനായിട്ട് ബസ്സുള്ള ഏതെല്ലാ സമയത്തും ബസ്സില്ല. ചില സമയങ്ങളിൽ മാത്രമുള്ളൂ. രാവിലെ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ 3 ബസ്സേ ഉള്ളത് അങ്ങോട്ടേക്ക് പോകാനായിട്ട്, കാപ്പത്തളാന്തോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. തിരിച്ചതുപോലെ വരാനായിട്ട് 3 ബസ്സാണുള്ളത്. അപ്പോൾ ഇതാണ് ബസ്സിലെ യാത്രയൊക്കെ കണ്ടില്ലേ. വലിയ മലയുടെ സൈഡിൽ കൂടെയുള്ള വഴികളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ഹൈ റേഞ്ച് സ്ഥലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബസ് ടിക്കറ്റ്. ബില്ലേത്തൊന്നാണ് ബസ് ടിക്കറ്റിനെ പറയുന്നത്. ട്രെയിൻ ടിക്കറ്റിനായാലും അത് തന്നെ പറയുന്നത്. ഇത് കാപ്പത്തുള്ളാന്തയിലെ വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഞാൻ കാപ്പത്തുള്ളാന്തയിൽ വന്നിറങ്ങി. ഞാൻ വന്ന ബസ് ആ ചെറിയ ബസ് കിടക്കുന്നത് ഞാൻ വന്ന ബസ്സാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ സൈൻ ബോർഡാണ് കാണുന്നത്. കാപ്പത്തുളാന്തയിലെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നിടത്ത് നമുക്ക് മെസ്സിന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് നമ്മളങ്ങനെ മുന്നോട്ടേക്ക് കുറച്ച് നടന്ന് പോവാണ്. ഇതപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് കാണുന്നത്. സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വീഡിയോ നമുക്ക് അതിനകത്ത് സാധനങ്ങളൊക്കെ മേടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരു ദിവസം ഇടാം. ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്ന് പോകാനുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ടസിയോണ എന്നാണ് റെയിൽവേ സ്റ്റേഷനെ പറയുന്നത്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏത് രീതിയിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് നോക്കാം. ഈ കാണുന്ന മെഷീനിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത്. അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് പഞ്ച് ചെയ്യുന്ന മെഷീൻ. നമുക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ പല ഭാഷകളുണ്ട്. ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അത് മിക്ക സ്ഥലങ്ങളിൽ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഭാഷ സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണിച്ചു. ഇനി നമ്മുടെ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് കൊടുക്കണം. അപ്പോൾ അവിടെ ഓൾറെഡി എനിക്ക് പാത്തിയിലേക്കാണ് പോകേണ്ടത്. അത് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനുശേഷം കൺഫേം കൊടുക്കുക. മെഷീൻ കംപ്ലൈൻ്റ് ആണ്. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഇനി എപ്പോഴാണ് ട്രെയിനുള്ള ഓരോ ട്രെയിനിൻ്റെ സമയം കാണിക്കുക. അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ടൈം സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം വീണ്ടും കൊടുക്കുക. അതിനുശേഷം പർച്ചേസ് കൊടുക്കുക. ഫോർവേഡാണ് കൊടുക്കേണ്ടത്. ഫോർവേഡ് കൊടുത്തതിന് ശേഷം പർച്ചേസ് കൊടുക്കുക. ഇപ്പോൾ ഫോർവേഡ് അത് കംപ്ലൈൻ്റ് ആണ്. പ്രസ് ചെയ്തിട്ട് വരുന്നില്ല. എന്താണെന്നറിയില്ല. വരുമായിരിക്കും എന്ന് ഞാൻ നോക്കുന്ന. ടിക്കറ്റ് എന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. അത് വന്നു. ഇനി പർച്ചേസ് കൊടുക്കുക. അത് അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ക്യാഷാണോ കാർഡാണോ ചോദിക്കും. അതിൽ ക്യാഷ് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ കോയിൻ ഇടാനുള്ള ഒരു ഹോളുണ്ട്. പൈസ ഇട്ട് കൊടുക്കുക. നോട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. ഇപ്പം നോട്ട് ഞാൻ ഇട്ട് കൊടുത്തു അതിനകത്തേക്ക്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ടിക്കറ്റ് ഇപ്പം നമുക്ക് ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ടിക്കറ്റിന് താഴെ തന്നെ ഒരു ഓപ്പണായിട്ടൊരു ഭാഗമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ടിക്കറ്റ് വരും. ഇപ്പോൾ ടിക്കറ്റ് വന്നാൽ ടിക്കറ്റ് എടുക്കുകയാണ് അതിൻ്റെ അകത്തുനിന്ന്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബാലൻസ് ക്യാഷ് അത് റിട്ടേൺ അതിൽ നിന്ന് തന്നെ തിരിച്ചു വരും. കോയിനാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടിയ സ്ഥലത്ത് തന്നെ ആയിരിക്കും നമുക്ക് കോയിൻ അവിടെ തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് പഞ്ചിങ് മെഷീൻ. ഇവിടെ നമ്മൾ ടിക്കറ്റ് പഞ്ച് ചെയ്യണം. നമ്മൾ ഇന്ന റെയിൽവേ സ്റ്റേഷനിൽ കയറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഏത് റെയിൽവേ സ്റ്റേഷനിൽ വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന റെയിൽവേ സ്റ്റേഷനിൽ കയറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് പഞ്ച് ചെയ്യണത്. ഇതാണ് കാപ്പത്തുളാന്തോ റെയിൽവേ സ്റ്റേഷൻ. 2 വരി പാതയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. കാരണം എല്ലാ ട്രെയിനുകളും നിർത്തുന്ന റെയിൽവേ സ്റ്റേഷനാണ് കാപ്പത്തുളാന്തോ റെയിൽവേ സ്റ്റേഷൻ. മിക്ക റെയിൽവേ സ്റ്റേഷനിലും അതേപോലത്തെ സ്ക്രീനുകളുണ്ടാകും. അതിൽ നമുക്ക് ഇവിടെ വരുന്ന ട്രെയിനിൻ്റെ സമയവും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും. ഇത് കാപ്പത്തുളാന്തോ റെയിൽവേ സ്റ്റേഷനിലെ പബ്ലിക് ടോയ്ലറ്റാണ്. 50 ഫിൽസാണ് നമുക്കിവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ചാർജ്. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് പാത്തിയിലേക്ക് പോവാം. ഞാൻ ട്രെയിനിൽ കയറി. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് പോവാണ്. ഇവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ മലകളൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് റെയിൽവേ പാതമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ ബീച്ച്, ഒരു സൈഡിൽ ഇങ്ങനെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുമ്പോൾ ഭയങ്കര ഇരുട്ട്. അതൊരു നല്ലൊരു രസമാണ് നമുക്ക് ആ യാത്രയിൽ നമുക്ക് കിട്ടുന്നത്. എപ്പോഴെങ്കിലും വരുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും.
അങ്ങനെ ഞാൻ പാത്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇതാ ഞാൻ വന്ന ട്രെയിനാണ്. ഇനിയിപ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് നേരെ ബർച്ചലോണ, മിലാസോ അങ്ങനെ മെസ്സിന വരെ ഈ ട്രെയിൻ പോകും. പിന്നെ അവിടെ നിന്ന് വീണ്ടും റിട്ടേൺ പലർമ വരെയായിട്ട് ഈ ട്രെയിൻ പോകുന്നത്. പാത്തി റെയിൽവേ സ്റ്റേഷനും വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. എന്ന് വെച്ചാൽ ഇൻ്റർസിറ്റി എന്ന് പറയും ഇവിടുത്തെ. ഇതൊക്കെ ലോക്കൽ ട്രെയിനാണ്. ഇൻ്റർസിറ്റി എന്ന് പറയുമ്പോൾ റോം, നാപ്പിൾസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന അത് നിർത്തുന്നൊരു അതിൻ്റെ സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ്. മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് പാത്തി. അങ്ങനെ ഞാൻ പാത്തിയിൽ വന്നെത്തി. ഇന്ന് പാത്തിയിൽ മർക്കാത്തുണ്ട്, അതായത് ഈ വഴിയോര കച്ചവടം ഇല്ലേ അത്. ഇവിടെ പാത്തിയിൽ ഒരുപാട് വലിയൊരു മർക്കാത്തുള്ളത്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, പാത്രങ്ങൾ. പാത്തിയിൽ നമുക്ക് നാടൻ കോഴീനെ വരെ കിട്ടും. അത്ര നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് പാത്തി. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു ഏരിയയും കൂടിയാണ് പാത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ്.